നന്ദാദേവി ലോകത്തിലെ ഏറ്റവും മനോഹരവും നിഗൂഢവുമായ കൊടുമുടികളിലൊന്ന്. ഉത്തരാഖണ്ഡിലെ ജനങ്ങൾക്ക് ഇത് വെറുമൊരു പർവ്വതമല്ല, അവർ ആരാധിക്കുന്ന നന്ദാദേവിയുടെ പുണ്യഭൂമിയാണ്. എന്നാൽ ഭക്തിയുടെയും ശാന്തതയുടെയും പിന്നിൽ 60 വർഷമായി ഒളിഞ്ഞിരിക്കുന്ന ഒരു ഭീകരമായ രഹസ്യം, ഹിമാലയത്തിന്റെ ആഴങ്ങളിൽ എവിടെയോ മറഞ്ഞു കിടക്കുന്ന ഒരു ആണവ ഉപകരണം, ഒരുപക്ഷെ ഗംഗാ നദിയെ പോലും വിഷമയമാക്കാൻ ശേഷിയുള്ള ഒരു ടൈം ബോംബ്. ഹിന്ദു പുരാണങ്ങൾ പ്രകാരം പാർവതി ദേവിയുടെ അവതാരമാണ് നന്ദാദേവി. പാർവതി ദേവി വസിക്കുന്നത് ഇവിടെയാണെന്നാണ് വിശ്വാസം. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന നന്ദാദേവി രാജ്ചാട്ട് തീർത്ഥാടനം ഇവിടെ പ്രശസ്തമായ ആഘോഷമാണ്. പ്രകൃതിയും ദൈവവും ഒന്നിക്കുന്ന ഈ മലനിരകളിലേക്ക് മനുഷ്യർ പ്രവേശിക്കുന്നത് പോലും ദേവിക്ക് ഇഷ്ടമല്ലെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഒരുപക്ഷെ ആ വിശ്വാസമാകാം നന്ദാദേവിയിൽ ഒളിപ്പിച്ച ആ രഹസ്യം ഇന്നും മനുഷ്യർക്ക് കണ്ടെത്താൻ കഴിയാത്തതിന് കാരണം. വർഷം 1964. ശീതയുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം. ചൈന അവരുടെ ആദ്യത്തെ അണുബോംബ് പരീക്ഷിച്ച് നിൽക്കുകയാണ്. ലോകം മുഴുവൻ ഭയപ്പാടോടെ ചൈനയെ നോക്കി നിൽക്കുന്നു. ചൈനയുടെ ഓരോ നീക്കവും നിരീക്ഷിക്കാൻ അമേരിക്കയുടെ ചാരസംഘടനയായ CIA തന്ത്രങ്ങൾ മെനഞ്ഞു. ചൈനീസ് മിഷൻ കൺട്രോൾ സെന്ററുകളിൽ നിന്നുള്ള റേഡിയോ സിഗ്നലുകൾ ചോർത്താനായി ഹിമാലയത്തിലെ ഏറ്റവും ഉയർന്ന ഒരു കൊടുമുടിയിൽ നിരീക്ഷണ ഉപകരണം സ്ഥാപിക്കാൻ CIA തീരുമാനിച്ചു. ഇതിനായി അവർ ഇന്ത്യയുടെ സഹായവും തേടി. അതിനവർ കണ്ടെത്തിയ സ്ഥലം നന്ദാദേവി. അങ്ങനെ കൊടുമുടിയുടെ തൊട്ടു താഴെ CIA-ക്കാരും അവരുടെ ഇന്ത്യൻ സഹായികളും ആന്റിനയും കേബിളും ഒക്കെയായി സജ്ജമായി. അവരുടെ കയ്യിൽ മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു, അതിശക്തമായ ആണവോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്നാപ്പ് 19C എന്ന റേഡിയോ ഐസോട്ടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ. 50 പൗണ്ട് തൂക്കമുള്ള ഒരു ബീച്ച് ബോളിന്റെ വലുപ്പമുള്ള ഈ ആണവ ഉപകരണം അടക്കമുള്ള സന്നാഹങ്ങൾ ലോകത്തിന്റെ നെറുകയിൽ സ്ഥാപിക്കാനായി CIA പർവ്വതാരോഹകരെ നിയോഗിച്ചു. സാധാരണ ബാറ്ററികൾക്ക് പകരം 7 പ്ലൂട്ടോണിയം ദണ്ടുകൾ അടങ്ങിയ ആണവ ജനറേറ്ററാണിത്. നാഗസാക്കിയിൽ ഉപയോഗിച്ച അണുബോംബിലെ പ്ലൂട്ടോണിയത്തിന്റെ 1/3 ഭാഗത്തോളം റേഡിയോ ആക്റ്റീവ് ഇന്ധനം ഇതിലുണ്ടായിരുന്നു. ഒക്ടോബറിൽ ക്യാപ്റ്റൻ MS കോഹ്ലിയുടെ നേതൃത്വത്തിൽ പർവ്വതാരോഹകർ നന്ദാദേവിയുടെ മുകളിലേക്ക് നീങ്ങി. ഏകദേശം 24,000 അടി മുകളിലെത്തിയപ്പോൾ പ്രകൃതി അതിന്റെ ഭയാനക രൂപം പുറത്തു കാണിച്ചു. നന്ദാദേവിയുടെ അനുഗ്രഹമില്ലാതെ ഈ പർവ്വതം കീഴ്പ്പെടുത്താനാകില്ലെന്ന ഉത്തരാഖണ്ഡുകാരുടെ വിശ്വാസം സത്യമായതുപോലെ. അതിശക്തമായ കൊടുങ്കാറ്റും മഞ്ഞുവീഴ്ചയും. ജീവൻ അപകടത്തിലാകുമെന്ന് ഉറപ്പായതോടെ ദൗത്യം ഉപേക്ഷിച്ച് താഴെ ഇറങ്ങാൻ MS കോഹ്ലി നിർദ്ദേശം നൽകി. ഉപകരണം അവിടെ ഒരു പാറക്കെട്ടിനിടയിൽ സുരക്ഷിതമായി വെച്ച് പർവ്വതാരോഹകർ താഴേക്കിറങ്ങി പിന്നീട് വന്ന് എടുക്കാമെന്നായിരുന്നു ധാരണ. അതുപ്രകാരം അടുത്ത വർഷം 1966 കാലാവസ്ഥ അനുകൂലമായപ്പോൾ സംഘം വീണ്ടും ആ സ്ഥലത്തെത്തി. ഉപകരണം ഒളിപ്പിച്ചു വെച്ച പാറക്കെട്ട് കണ്ടുപിടിക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷെ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. ആ പാറക്കെട്ടും ആണവ ഉപകരണവും കാണാനില്ല. ശക്തമായ മഞ്ഞുവീഴ്ചയിൽ അത് എവിടെയോ ഒലിച്ചു പോയിരിക്കുന്നു. 60 വർഷം മുൻപ് നടന്ന സംഭവമാണ്. പക്ഷേ ആ ആണവ ഉപകരണം എവിടെയാണെന്ന് രഹസ്യ ദൗത്യത്തിന് നേതൃത്വം നൽകിയവർക്ക് പോലും ഇന്ന് അറിയില്ല. അടുത്തിടെ ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഈ ദൗത്യം മറച്ചുവെക്കാൻ വലിയ ശ്രമങ്ങൾ അന്ന് നടന്നിരുന്നുവെന്നാണ്. നാഷണൽ ജിയോഗ്രഫിക് ഫോട്ടോഗ്രാഫർമാരെ പോലും ഇതിനായി ചാരന്മാരായി ഉപയോഗിച്ചിരുന്നു എന്നും റിപ്പോർട്ട് പറയുന്നു. ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതും പേടിപ്പിക്കുന്നതുമായ കാര്യം ഇത് പ്രകൃതിക്ക് ഉയർത്തുന്ന ഭീഷണിയാണ്. ഉപകരണം കണ്ടെത്താനായിട്ടില്ല എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സുരക്ഷാ പരിസ്ഥിതി ഭീഷണിയാണ്. നന്ദാദേവിയിലെ മഞ്ഞുരുകി ഉണ്ടാകുന്ന വെള്ളമാണ് ഗംഗയുടെ പ്രധാന പോഷക നദിയായ ഋഷിഗംഗയിലേക്ക് ഒഴുകുന്നത്. പ്ലൂട്ടോണിയം പ്ലേറ്റുകൾ പൊട്ടുകയോ തുരുമ്പിക്കുകയോ ചെയ്താൽ റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ ഋഷിഗംഗയിൽ കലരും. അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവൻ അപകടത്തിലാകും. ആയിരക്കണക്കിന് വർഷങ്ങളോളം റേഡിയോ ആക്റ്റീവ് ആയി തുടരുന്ന മൂലകമാണ് പ്ലൂട്ടോണിയം. ഇത് ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾക്ക് കാരണമാകും. മനുഷ്യന്റെ അഹങ്കാരവും പ്രകൃതിയുടെ ശക്തിയും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കഥയാണിത്. ഹിമാലയത്തിന്റെ ആഴങ്ങളിൽ ഇന്നും ആ ആണവ ടൈം ബോംബ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. മഞ്ഞുമലകൾ ഉരുകുമ്പോൾ ഇത് എപ്പോൾ വേണമെങ്കിലും പുറത്തു വരാം. ഇത് കണ്ടെത്താനായി പല തവണ തിരച്ചിൽ നടത്തിയെങ്കിലും ഇന്നും അതൊരു ദുരൂഹതയായി തുടരുന്നു. മനുഷ്യനെ വെല്ലുവിളിച്ചും അതേസമയം ഭയപ്പെടുത്തിക്കൊണ്ടും ശാന്തയായി നന്ദാദേവി ആകാശമുട്ടെ നിൽക്കുകയാണ്. വലിയൊരു ആണവ രഹസ്യവും ഉള്ളിൽ ഒളിപ്പിച്ചു.